ഹായ് കൂട്ടുകാരെ, ലഹരി പദാർത്ഥങ്ങളോട് എങ്ങനെ നോ പറയാം എന്ന് പറഞ്ഞു തരുന്നത് വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് എസ് എ ആണ്. ഹലോ, നമസ്കാരം. നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നൊരു സാധനം. പക്ഷെ നമ്മൾ എത്ര ഇടങ്ങളിൽ നോ പറഞ്ഞിട്ടുണ്ട്? ആരോടെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ടോ? പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതായത് ഒരു അപരിചിതനായ വ്യക്തിയെ ആ രീതിയിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിലോ നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊന്നും അപരിചിതനായ ഒരാൾ നമ്മളടുത്തേക്ക് വന്ന് ലഹരി വേണമോ എന്ന് ചോദിക്കാനുള്ള സാധ്യത പലപ്പോഴും കുറവാണ്. ഇല്ല എന്നല്ല, കുറവാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് അത്ര പെട്ടെന്ന് എന്ന് നോ എന്ന് പറയാൻ കഴിയാത്ത ആരെങ്കിലും ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ലഹരി പരിചയപ്പെടുത്തി തരുന്നത്. അതാരുമാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളാകാം, നമുക്ക് പരിചയത്തിലുള്ള ചേട്ടനോ ചേച്ചിയോ ആരുമാകാം. അങ്ങനെ ആരുമാകാം. നമ്മുടെ പരിചയത്തിലെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെയുള്ള ആരും നമുക്ക് ഈ പെട്ടെന്ന് നോ പറയാൻ കഴിയാത്ത ഏതെങ്കിലും ഒരാളായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ലഹരിയുമായി ചിലപ്പോൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വെറുതെ സേ നോ ടു ഡ്രഗ്സ് എന്ന് മാത്രമല്ല, അതെപ്പോൾ പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒന്ന്, എപ്പോഴാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരു 50 പേരുണ്ടാവും. പക്ഷേ ഈ 50 പേരുമായിട്ട് നമുക്ക് ഒരേ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാവരും നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് ഈ 50 പേരെയും വിളിക്കാൻ കഴിയുമോ? ഇല്ല. നമുക്ക് ഏറ്റവും അടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു 4 or 5 പേരായിരിക്കും ഉണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ ചങ്കുകളായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടാകും പലപ്പോഴും. ഈ ഗ്യാങ് എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി ഫോം ചെയ്തെടുത്തതൊന്നുമല്ല. ഒരേ ഇഷ്ടങ്ങളുള്ള, ഒരേ ഇഷ്ടക്കേടുകളുള്ള, അല്ലേ, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു ഗ്യാങ് പലപ്പോഴും ഫോം ചെയ്യുന്നത്. ഈ ഗ്യാങ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൂട്ടത്തിനുള്ളിൽ നിൽക്കുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ചെറിയൊരു ഉദാഹരണമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു 5 പേരുള്ളൊരു ഗ്യാങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഗ്യാങ്ങിൽ നിങ്ങളൊഴികെയുള്ള 4 പേർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായും ഈ കൂട്ടത്തിലെ ഒരു മോശക്കാരനായ സ്റ്റുഡൻ്റായിട്ട് അല്ലെങ്കിൽ മോശക്കാരനായ വ്യക്തിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ആരായിരിക്കും? നിങ്ങളെ തന്നെ ആയിരിക്കും. ലഹരി ഉപയോഗിക്കാത്ത നിങ്ങളായിരിക്കും. അതെന്തുകൊണ്ടാണ്? ആ ഗ്രൂപ്പിലെ പൊതു നിയമമാണ് ലഹരി ഉപയോഗിക്കാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിനെതിരെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരാളായിട്ട് മാറുകയും ചെയ്യും. ഇതിനകത്ത് ഏറ്റവും വലിയ രസം, ഇവരാദ്യം നിങ്ങളോട് എടാ നീ ഇത് ഉപയോഗിച്ച് നോക്കും, ഒരു കുഴപ്പമില്ല എന്നായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ പറയും നോ. അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ പറഞ്ഞിട്ടുള്ളൊരു നോ അങ്ങ് നിങ്ങൾ വെച്ച് കാച്ചും. നോ, എനിക്കിത് വേണ്ട എന്ന് പറയും. അപ്പോൾ വീണ്ടും അവർ പറയും എടാ ഒരു കുഴപ്പമില്ല, നന്നായി പഠിക്കാൻ പറ്റും, നല്ല ധൈര്യം കിട്ടും, നന്നായി ഉറങ്ങാൻ പറ്റും, നല്ല ഭാവന വരും, നീ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറയും. പിന്നെ അവർ പറയുക എടാ ഇതൊക്കെ ഉപയോഗിച്ച് അസുഖം വരുമായിരുന്നെങ്കിൽ, പ്രശ്നങ്ങൾ വരുമായിരുന്നെങ്കിൽ, മരിച്ചു പോകുമായിരുന്നെങ്കിൽ, ഞാനൊക്കെ എന്നേ മരിച്ചു പോയനെ, ഒരു കുഴപ്പമില്ല എന്നായിരിക്കും പറയാം. അപ്പോഴും നിങ്ങൾ പറയും നോ, ഇല്ലടാ എനിക്കിത് വേണ്ട. അപ്പോൾ അവർ പറയും എടാ ഒറ്റ ജീവിതമേ ഉള്ളൂ, എല്ലാ അസുഖങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വേണം ചാകാൻ എന്നിതിനെ വളരെ നിസാരവൽക്കരിച്ച്, വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നിങ്ങളോട് ഇത് പറയുകയും ചെയ്യും. അപ്പോഴും നിങ്ങൾ പറയും നോ, ഇല്ല ഇത് ശരിയാവില്ല. അപ്പോഴാണ് ഇവരുടെ ഒരു വജ്രായുധം ഇവർ ഉപയോഗിക്കുക. എന്താണെന്നറിയാമോ? അവർ നിങ്ങളെ കളിയാക്കാൻ തുടങ്ങും. ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് നിങ്ങളൊരു മോശക്കാരനായ കുട്ടിയാണെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ കഴിയാത്ത ഒരാളാണ് എന്ന രീതിയിൽ നിങ്ങളോട് അവർ സംസാരിച്ചു തുടങ്ങും. ഒരുപക്ഷെ ആൺകുട്ടികളാണെങ്കിൽ പറയും ഇങ്ങനെയായിരിക്കും, നീ ഒരു ആണല്ലേടാ എന്നായിരിക്കും പറയാം. നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന നമ്മളെ സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റും നിന്ന് നമ്മളൊരു മോശക്കാരനാണെന്നും ഇതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് കഴിവില്ലെന്നും ഒക്കെ പറയും. ഇത് നിരന്തരം കേൾക്കുന്ന നമ്മൾ പോലും അറിയാതെ ഒരു ചിന്തയുണ്ടാകും, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ള ഒരാളല്ലേ എന്നൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുമില്ല, നമ്മൾ 3 പേര് കൂടി നടന്നു പോകുന്നു. ഈ നടന്നു പോകുന്ന സമയത്ത് ഈ 2 പേര് വളരെ വേഗത്തിൽ നടക്കുകയും നമ്മളൊന്ന് പതുക്കെ നടക്കുകയും ചെയ്യുന്നു. വളരെ പതുക്കെ നടക്കുന്നതാണ് നമുക്ക് കംഫർട്ട്. പക്ഷേ ഈ 2 പേർ വളരെ വേഗത്തിൽ നടന്നു പോകുന്നു. നമ്മൾ പതുക്കെ നടക്കുന്നത് കൊണ്ട് ഈ 2 പേർ നമ്മളെ കളിയാക്കാൻ തുടങ്ങുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് തോന്നും? പതുക്കെ നടക്കുന്നതാണ് നമുക്ക് കംഫർട്ടെങ്കിലും ആ കളിയാക്കലുകളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാനിവിടെ കാണിച്ചു തരാം എന്ന് നമുക്കൊരു ഉള്ളിലൊരു ചിന്തയുണ്ടാവും. നമ്മളൊന്നുകൂടി ഒന്ന് ആഞ്ഞ് നടക്കാനൊരു ശ്രമം നടത്തും, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ലഹരി ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ മോശക്കാരാണ് എന്നൊരു കളിയാക്കൽ വരുമ്പോൾ ആ കളിയാക്കലിനെ പ്രിവെൻറ്റ് ചെയ്യാനെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല, എനിക്കും ഉപയോഗിച്ച് കാണിച്ചു തരാൻ പറ്റും എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഈ സൗഹൃദങ്ങൾക്ക് കഴിയും. 2, നിങ്ങളിത് അപ്പോഴും വേണ്ട എന്നവരോട് പറയുകയാണെങ്കിൽ അവർ പറയുക, അവർ ഇമോഷണലി നിങ്ങളോട് സംസാരിച്ച് തുടങ്ങും. നിനക്ക് പെൻസിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞാനല്ലേ പെൻസിൽ ഒടിച്ച് തന്നത്, നിനക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാശെടുത്തല്ലേ നിനക്ക് ആഹാരം വാങ്ങി തന്നത്, നിനക്ക് ഞാൻ ഗിഫ്റ്റ് തന്നിട്ടില്ലേ, അപ്പോൾ എനിക്കൊരു കാര്യം വന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കത് കേൾക്കാൻ വയ്യേ എന്നിങ്ങനെയുള്ള ടോക്കുകളായിരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇത്തരം സൗഹൃദങ്ങൾ ശരിക്കും യഥാർത്ഥ സൗഹൃദങ്ങളല്ല. നീ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നീ എൻ്റെ കൂട്ടുകാരനല്ല അല്ലെങ്കിൽ കൂട്ടുകാരിയല്ല എന്ന് പറയുന്ന സുഹൃത്ത് ശരിക്കും യഥാർത്ഥ സുഹൃത്തല്ല.
ഇത്രയേ ഉള്ളൂ എന്നേ, ഒന്നുമില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ്. യഥാർത്ഥത്തിലുള്ള നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തിന് ആവശ്യമില്ല എന്നാണ് അയാൾ പറയുന്നത്. അതായത് ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങളെൻ്റെ കൂട്ടുകാരനാവുകയുള്ളൂ എങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത യഥാർത്ഥത്തിലുള്ള നിങ്ങളെ അവന് കൂട്ടുകാരനായി വേണ്ട എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരം ബന്ധങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരർത്ഥവുമില്ല. അത്തരം സൗഹൃദങ്ങൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല. വളരെ കൃത്യമായിട്ട് നോ എന്ന വേർഡ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ പറയേണ്ടതുണ്ട്. നോ, എനിക്കിത് വേണ്ട. അതിൻ്റെ പേരിൽ എനിക്ക് ഈ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ശരിക്കും ഈ ലഹരി ചെയ്യുന്നത്? നമുക്കറിയാം, വളരെ വിഷമമുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്, അല്ലേ? മാതാപിതാക്കളോടുള്ള ആക്രമണമായാലും ശരി, വ്യക്തിത്വം നശിച്ചു പോകുന്നൊരവസ്ഥയാണെങ്കിൽ ശരി, അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥയാണെങ്കിൽ ശരി, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് വാർത്തകളിലൊക്കെ കാണാൻ പറ്റും. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറയുമ്പോൾ ആരുമാകാം, രക്ഷിതാക്കളാകാം, സുഹൃത്തുക്കളാകാം. ഫോർ എക്സാമ്പിൾ നമുക്ക് അമ്മയെയോ അച്ഛനെയോ എടുക്കാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അമ്മയും അച്ഛനും നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, നിങ്ങളവർ തല്ലുമോ? ഇല്ല, അല്ലേ? ഇല്ല എന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ മറുപടി. നിങ്ങൾ തല്ലില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സ് പറയും, അയ്യോ, ആ നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ്, അച്ഛനോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന ബോധം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളങ്ങനെ ചെയ്യാത്തത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും. അമ്മ ചിലപ്പോൾ പഠിക്കാൻ പറയുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ താഴെ വയ്ക്കാൻ പറയുമ്പോഴോ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും. ഈ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുക? ചിലപ്പോൾ നിങ്ങളൊന്നോട് ഉച്ചത്തിൽ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് ചവിട്ടിയൊക്കെ ഒന്ന് എഴുന്നേറ്റ് പോകുമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടിക്കുമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ അമ്മയെ തല്ലാൻ പോകാറുണ്ടോ? ഇല്ല. അതിൻ്റെ കാരണം ഇത്ര വരെയേ പാടുള്ളൂ. ആ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്, ആ നിൽക്കുന്ന ആളോട് ഇങ്ങനെയേ പെരുമാറാൻ പാടുള്ളൂ എന്ന ബോധം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യാത്തത്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളത് ചെയ്യും. എങ്ങനെയാണ്? ആ ബോധത്തെ ഞാനെടുത്ത് മാറ്റിയാൽ നിങ്ങളത് ചെയ്യില്ലേ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ എന്തും ചെയ്യും. ശരിക്കും ലഹരി ചെയ്യിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങളിലെ ബോധത്തെ ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ് ശരിക്കും ലഹരി ചെയ്യുന്നത്. നിങ്ങൾ ആരാണെന്നും നിങ്ങളെന്താണെന്നും എങ്ങനെ പെരുമാറണമെന്നും നിങ്ങളുടെ ചിന്തകളെ അപ്പാടെ മാറ്റിക്കളയുന്നൊരു വസ്തുവാണ് ഈ ലഹരി. ശരിക്കും എന്താണിക്കും ഈ ലഹരികൾ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും ആളുകൾ ഇതിനകത്തേക്ക് വീണ്ടും 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 ഇതിനകത്തേക്ക് ചെന്ന് വീഴുന്നത്? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഭാവിയിൽ ലഹരി ഉപയോഗിക്കാത്തത്? അതിന് ഉത്തരം നിങ്ങൾ പറയുക, സാർ എനിക്കിതിനെക്കുറിച്ച് നന്നായി അറിയാം, ഇത് ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, ഇത് ഉപയോഗിച്ചാൽ മാനസിക പ്രശ്നം ഉണ്ടാകും, എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക, അല്ലേ? ഇന്ന് ലഹരിയിലേക്ക് വീണു പോയിട്ടുള്ള പല കുട്ടികളോടും ഒരു 1-2 വർഷം മുമ്പ് ഞാനിതേ ചോദ്യം ചോദിച്ചാൽ അവരിതൊക്കെ തന്നെ ആയിരിക്കും പറയുക. അതായത് ഇവർക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ. നമുക്ക് ഈ വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്നതും വണ്ടി ഓടിക്കാനൊക്കെ വളരെ ഇഷ്ടമുണ്ടാവും. എനിക്ക് വളരെ ഇഷ്ടമാണ് ബൈക്ക് ഓടിക്കാൻ. സൂപ്പർ ബൈക്സിനോട് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുന്നു. അപ്പോൾ എനിക്കും അറിയാം ഈ ലഹരിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കുന്നവരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അവിടെ വരുന്നൊരു മുതിർന്ന ചേട്ടൻ, അതായത് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ അത്യാവശ്യം കച്ചവടമൊക്കെ ഉള്ളൊരു ചേട്ടൻ അവിടെ വരുന്നു. പുള്ളി വരുന്നത് ഒരു സൂപ്പർ ബൈക്കിലാണ്. അത് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒന്നിങ്ങി വന്നേ, നിനക്ക് എൻ്റെ ബൈക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വണ്ടി ഇഷ്ടമാണല്ലോ, ഞാൻ വളരെ ത്രില്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ പുള്ളി പറയുന്നു, എനിക്ക് താക്കോൽ തന്നിട്ട് പറയാണ്, മോനൊരു കാര്യം ചെയ്യും, ആ ജംഗ്ഷൻ വരെ ഒന്ന് വിളിച്ചോ, പക്ഷേ ഞാൻ തരുന്നൊരു പാക്കറ്റ് കൂടി അവിടെ കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്യാം? ഞാനത് വാങ്ങുമോ വാങ്ങാതിരിക്കുമോ? വാങ്ങിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടല്ലേ? എന്തുകൊണ്ടാണ്? എനിക്കറിയാം ഇവരോട് കൂട്ടുകൂടാൻ പാടില്ല, ഇവർ തരുന്നൊന്നും വാങ്ങാൻ പാടില്ല എന്നെനിക്കറിയാം. പക്ഷേ അവിടുത്തെ സിറ്റുവേഷനിൽ ഞാൻ നോക്കുക, എനിക്ക് ബൈക്ക് ഓടിക്കാനൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ ഞാനിവിടെ കോംപ്രമൈസ് ചെയ്താൽ, ഞാനിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ചാൻസ് നഷ്ടപ്പെടും. അപ്പോൾ അപ്പോഴത്തെ എൻ്റെ ഒരു പക്വതക്കുറവിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്നിരിക്കാൻ ചിലപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ലഹരിയോടുള്ള ആ ഒരു ബോധത്തേക്ക് പലപ്പോൾ ഒന്നും കൊണ്ട് മാറ്റി വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ കിട്ടുന്നൊരു ചാൻസിന് ഞാനങ്ങ് മുതലെടുത്തു നിന്നിരിക്കാം. സത്യത്തിൽ മുതലെടുക്കുന്നത് ആരാണ്? എൻ്റെ വണ്ടിയോടുള്ള ഇഷ്ടത്തെ മുതലെടുക്കുന്നത് അയാളാണ്. ആ ഇഷ്ടത്തെ മുതലെടുത്തുകൊണ്ടാണ് അയാൾ എന്നിലേക്ക് ആ ലഹരി എത്തിച്ചത്. ശരിയല്ലേ? ഇനി നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാകുന്നിരിക്കട്ടെ. ഈ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതാരോടും പറയാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കില്ല. ചിലപ്പോൾ അമ്മയോടോ അച്ഛനോടോ പറയാൻ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. നമ്മളിത് ആരോടാ പറയുക? ഒരു പക്ഷേ ഞാനിത് പറയാം, എടാ എനിക്ക് ഒത്തിരി നാളായി ഒരുപാട് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, ആകെ ടെൻഷനാണെന്ന് പറയാണ്. അപ്പോൾ ഞാനിത് പറയുന്ന ആരോടാണ്? ലഹരി ഉപയോഗിക്കുന്നൊരു സുഹൃത്തിനോടാണ്. അപ്പോൾ സുഹൃത്ത് ആദ്യത്തെ ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നത് എന്തായിരിക്കും? എടാ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, ഞാനത് തരാം. അപ്പോൾ എനിക്കറിയാം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ്, പക്ഷേ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് എൻ്റെ സുഹൃത്ത് എനിക്കത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എനിക്ക് ഈ ലഹരി ഉപയോഗം തെറ്റാണ് എന്നതിനേക്കാൾ മുകളിൽ അപ്പോൾ അവിടുത്തെ ആവശ്യം എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ ഞാൻ അവിടെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്നെ എൻ്റെ സുഹൃത്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വരുന്ന ചേട്ടനാണെങ്കിലും മുതലെടുക്കുകയാണ് ചെയ്തത്. എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ലഹരി എത്തിക്കുകയാണ് ചെയ്തത്. ഇനി വേണമെങ്കിൽ ചെറിയൊരു ഉദാഹരണം കൊണ്ട് പറയാം കേട്ടോ. ഒരു ദിവസം രാവിലെ നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ ഒരു തട്ട് കേൾക്കുകയാണ്. നിങ്ങൾ ഓടി വന്ന് കഥ തുറന്ന് നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നു. ആരാ നിൽക്കുന്നതെന്നറിയോ? ഞാനാണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പാക്കറ്റ് കൂടിയുണ്ട്. അപ്പോൾ അന്ന് വരെ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ഈ പാക്കറ്റിൽ എന്തായിരിക്കും? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥമായിരിക്കും വിചാരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് വേണോ എന്ന് ചോദിക്കുകയാണ്. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് വേണോ എന്ന്. നിങ്ങൾ എന്തായിരിക്കും പറയുക? നോ എന്നായിരിക്കും പറയുക, അല്ലേ? ശരി, ഞാൻ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം വീണ്ടും ഇതേപോലെ വീടിൻ്റെ വാതിൽക്കൽ ഒരു തട്ട് കേൾക്കുന്നു. നിങ്ങൾ ഓടി വന്ന് കഥ തുറന്ന് നോക്കുന്നു. അപ്പോൾ ഇന്നലെ കണ്ട ഞാൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ ഇന്നലെ കൊണ്ടുവന്ന അതേ പാക്കറ്റിൽ അതേ അളവിലുള്ള ഒരു ലഹരി പദാർത്ഥം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഇത്തവണ എൻ്റെ കയ്യിലൊരു വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയാം. ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിക്കാം. നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? എസ് ഓർ നോ? ഞാൻ വിശ്വസിക്കുന്നു നോ എന്നായിരിക്കും നിങ്ങൾ പറയുക. അങ്ങനെ ഞാൻ അതും കൊണ്ട് തിരിച്ചു പോകുന്നു. മൂന്നാമത്തെ ദിവസമായി വീണ്ടും ഇതേ സമയം ഇതേപോലെ തട്ട് കേൾക്കുന്നു. നിങ്ങൾ ഓടി വരുന്നു, കഥ തുറന്ന് നോക്കുന്നു. ഞാൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ അന്ന് ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ടോയ്സ് ആയിരിക്കാം. അതെൻ്റെ കയ്യിലുണ്ട്. ഒത്തിരി വില കൂടിയ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരു ഗെയിം പ്ലേ സ്റ്റേഷനൊക്കെ ആയിരിക്കാം. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? ഒരൊറ്റ തവണ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? നോ എന്ന് തന്നെ ആയിരിക്കും, അല്ലേ? പക്ഷേ എൻ്റെ ചോദ്യം ഇതല്ല കേട്ടോ. നിങ്ങൾ ആദ്യ ദിവസം പറഞ്ഞൊരു നോയില്ലേ, ആ നോയും മൂന്നാമത്തെ ദിവസം പറയുന്ന നോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവും, അല്ലേ? മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഞാൻ നോ പറയണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാര്യം ഇത്രയും സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്നത്. ഞാൻ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെടും, എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ലേ? ഒറ്റയടിക്ക് നോ എന്ന് പറഞ്ഞിരുന്ന നിങ്ങളുടെ ഉള്ളിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ലേ? ആരും വിചാരിക്കണ്ട കേട്ടോ, ആരും വീട്ടിലേക്ക് ഇതുപോലെ സാധനം കൊണ്ട് വരുമെന്നൊന്നും വിചാരിക്കണ്ട. വളരെ ഫ്രാങ്കായിട്ട് നോ എന്ന് പറയാൻ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ പോലും ഇത് പറയണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ എനിക്ക് പറ്റി. നിങ്ങൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? സെൽഫ് ബൗണ്ടറീസ്. ഒന്നുമില്ലെന്നേ, എഴുന്നേറ്റ് നിന്നിട്ടൊരു വട്ടം വരയ്ക്കണം. ഈ വട്ടത്തിനുള്ളിലേക്ക് നമ്മൾ ആളുകളെ കയറ്റുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. അത് സുഹൃത്തുക്കളാകാം, പരിചയത്തിലുള്ള ആളുകളാകാം, ആരുമാകാം. ഈ ബൗണ്ടറീസ് വളരെ സ്ട്രോങ് ആക്കിയാണ് നമ്മൾ വെക്കേണ്ടത്. വളരെ സൂക്ഷിച്ച് മാത്രമേ ഈ ബൗണ്ടറിക്കുള്ളിനകത്തേക്ക് ആളുകളെ കയറ്റാവൂ. തെറ്റായ ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. ഇനി ലഹരി ശരിക്കും എന്താണ് നമ്മളെ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ഇപ്പോഴൊക്കെ കേൾക്കുന്ന സിന്തറ്റിക് ലഹരികൾ, കൃത്രിമമായി ലാബുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള കെമിക്കലുകളെയാണ് സിന്തറ്റിക് ലഹരികൾ എന്ന് പറയുക. മനസ്സിനെ ഉണർത്താൻ കഴിയുന്ന, ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന സബ്സ്റ്റൻസുകൾ, അതാണ് ഈ പറയുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അല്ലതാ നമ്മൾ ഈ പറയുന്ന മയക്കുമരുന്നുകളെന്നൊക്കെ പറയുന്ന സാധനം. എന്താണ് ശരിക്കും ഇത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഇത് ഉപയോഗിക്കുന്നതിലൂടെ എന്ത് മാറ്റമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്? നമുക്കറിയാം, അല്ലേ? നമുക്ക് ചിന്തിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ, നമ്മളിൽ ഇമോഷൻസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണം. ഈ തലച്ചോറാണല്ലോ നമ്മളാക്കി നിലനിർത്തുന്നത്, അല്ലേ? ഞാനിപ്പോൾ സമയം എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാച്ചിലേക്ക് നോക്കി, വാച്ചിൻ്റെ സമയം നോക്കി എന്നോട് തിരിച്ച് ഇപ്പോൾ നിലവിൽ ഇത്ര മണിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു തരണമെങ്കിൽ തലച്ചോറ് വർക്ക് ചെയ്യണം. ഈ രീതിയിലാണ് ഞാൻ തിരിച്ചു പറയേണ്ടത് എന്ന ബോധവും അല്ലെങ്കിൽ അതിനു വേണ്ട ഡയറക്ഷൻസും നമുക്ക് തരുന്നത് നമ്മുടെ തലച്ചോറാണ്. ഈ തലച്ചോറാണല്ലോ നമ്മളുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ദേഷ്യം എന്നുവേണ്ട എല്ലാ ഇമോഷൻസും നിയന്ത്രിക്കുന്നത്. ഇതിനുള്ളിലേക്കാണ് നമ്മൾ ലഹരിയെ കടത്തിവിടുന്നത്. നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമൈൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, സെറോട്ടോണിൻ എന്നൊരു വസ്തുണ്ട്, മെലാട്ടോണിൻ എന്ന് പറയുന്നുണ്ട്, ഓക്സിടോക്സിൻ ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി കെമിക്കലുകളുണ്ട് നമ്മുടെ തലച്ചോറിൽ. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ഡോപ്പാമൈൻ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുവെങ്കിൽ അതിനൊരളവുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴോ നമ്മൾ കൂട്ടുകാരോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ഡോപ്പാമൈൻ റിലീസ് ചെയ്യപ്പെടും തലച്ചോറിൽ. പക്ഷേ അതിനൊരു നിശ്ചിത അളവുണ്ട്. ഈ ലഹരി കൊണ്ട് ആളുകൾ എന്താ ചെയ്യുന്നത്? ആ അളവിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് കൃത്രിമമായി. എന്നുവെച്ചാൽ അമിതമായ അളവിൽ സന്തോഷം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ലഹരി കൊണ്ട് തലച്ചോറിനെ പണിയെടുപ്പിക്കും. അപ്പോൾ നല്ലതല്ലേ കൂടുതൽ സന്തോഷം കിട്ടുക എന്നുള്ളത്? എന്നാൽ അത്ര നല്ലതല്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക? നല്ല ആഹാരം കഴിക്കുമ്പോൾ സന്തോഷം കിട്ടും, കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ സന്തോഷം കിട്ടും, നന്നായി പഠിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങുമ്പോൾ സന്തോഷം കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് സന്തോഷങ്ങൾ കിട്ടുമായിരിക്കാം. പക്ഷേ ഈ സന്തോഷങ്ങൾ കിട്ടുന്നതിന് പരിധിയുണ്ട്. ഉദാഹരണത്തിന് 5% എന്ന നിലയിൽ വയ്ക്കുക.
പക്ഷേ ഈ ലഹരിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന സന്തോഷത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടിയ അളവിലായിരിക്കാം നമ്മുടെ തലച്ചോറിൽ ഈ പറയുന്ന കെമിക്കലുകളുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അമിതമായ ഒരു സന്തോഷാനുഭൂതി നമുക്കുണ്ടാവും. 500 1000 ഒക്കെ പോകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10% ഇവിടെ കിടക്കുന്നു, 500 അവിടെ കിടക്കുന്നു അല്ലേ. പക്ഷേ ഈ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പോൾ കുറച്ച് കൂടുതൽ സന്തോഷം കിട്ടുന്നൊരു കാര്യമുണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, തൊട്ടപ്പുറത്ത് കുറച്ച് നേരം മൊബൈലിൽ നോക്കാൻ ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ഏതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക? മൊബൈൽ എടുക്കാനായിരിക്കും അല്ലേ. അപ്പോൾ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ തലച്ചോറ് എന്തായിരിക്കും പറയുക? വേഗം ഇത് തീർത്താൽ വേഗം പോയി ഫോൺ എടുക്കാം എന്നായിരിക്കും പറയുക. കാരണം തലച്ചോറിന് അറിയാം കൂടുതൽ ഈ പറയുന്ന സന്തോഷം അല്ലെങ്കിൽ പ്ലഷർ കിട്ടുക മറ്റേ കാര്യം ചെയ്യുമ്പോഴാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും തലച്ചോറ് അതിലേക്ക് പോകാനൊരു ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ സന്തോഷാനുഭൂതി കിട്ടുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ തലച്ചോറിന് പിന്നീട് അത് വീണ്ടും വേണം എന്നൊരു തോന്നലുണ്ടാവും. അതായത് നിങ്ങൾ ഈ ലഹരി ഉപയോഗിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് സാധാരണഗതിയിൽ നമുക്ക് സന്തോഷം കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരോടൊപ്പം ഇരിക്കുക, ഇതിൽ നിന്നുള്ള സന്തോഷത്തിൽ തലച്ചോറ് തൃപ്തിപ്പെടില്ല. ഇനി അഥവാ നിങ്ങൾ കൂട്ടുകാരോടൊപ്പം പോയി ഇരിക്കുമ്പോൾ പോലും തലച്ചോറ് പറയുക, ഇവിടെ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോരൂ, നമുക്ക് വേറെ രീതികളുണ്ട് സന്തോഷം കിട്ടാൻ, നമുക്ക് ലഹരി ഉപയോഗിക്കാം എന്നായിരിക്കും തലച്ചോറ് പറയുക. അഡിക്ഷനിലേക്ക് നയിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇനി അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരു മറ്റൊരു കാരണമുണ്ട്. എപ്പോഴും വിചാരിക്കും, ചിലർ വളരെ കോൺഫിഡൻറ്റോട് കൂടി പറയുന്നൊരു കാര്യമുണ്ട്, ഇത് തുടങ്ങിയത് ഞാനാണെങ്കിൽ നിർത്താനും എനിക്ക് പറ്റും, ഒരു കുഴപ്പമില്ല. പറ്റില്ല കേട്ടോ. അങ്ങനെ എളുപ്പം തുടങ്ങിയിട്ട് എളുപ്പം നിർത്തിപ്പോകാൻ കഴിയുന്നൊരു കാര്യമല്ല ഇത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരുപയോഗിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അളവ് ഇപ്പോഴത്തെ അളവിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പോകെ ഒരു നിശ്ചിത അളവിൽ മാത്രം അവർക്കത് നിർത്താൻ കഴിയില്ല. എന്ന് വെച്ചാൽ, ഞാനൊരു ചെറിയ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതേ ലഹരി പദാർത്ഥത്തിൻ്റെ ഇതേ അളവിൽ ഉപയോഗിക്കുന്നു, വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേ അളവ് വീണ്ടും ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതേ അളവ് ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ആദ്യ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അനുഭൂതിയുടെ അളവ് കുറയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്വാണ്ടിറ്റി കൂട്ടും. കുറച്ച് നാളൂടെ കഴിയുമ്പോഴോ ഈ അളവിലും എനിക്ക് പണ്ടത്തെ പോലെ ഒരു ഫീൽ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും അളവ് കൂട്ടും. ഇങ്ങനെ പോകെ ഞാൻ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എടുക്കുന്ന ഈ ലഹരി പദാർത്ഥത്തെ ശരീരം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് ടോളറൻസ് എന്ന് പറയുക. ശരീരം ലഹരിയെ വഹിക്കുന്നതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു ജിമ്മ് തുടങ്ങിയെന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ജിമ്മിലേക്ക് വന്ന ആദ്യത്തെ ദിവസം ഞാനൊരു 25 കിലോയുള്ള വെയിറ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് എടുക്കാൻ പറയാം. നിങ്ങളെക്കൊണ്ട് പറ്റുമോ? പറ്റില്ല അല്ലേ, നല്ല ഭാരമായിരിക്കും. പക്ഷേ ഒരു 2 കിലോയുടെ ഡംബൽ എടുക്കാൻ പറയാം, നിങ്ങൾ പോയി എടുക്കും. അങ്ങനെ ആ 2 കിലോ വെച്ച് ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പോകെ ആ 2 എന്നുള്ളത് ഞാൻ പതുക്കെ 5 കിലോ ആക്കുന്നു, പതുക്കെ അത് 8 കിലോ ആക്കുന്നു. അങ്ങനെ ഗ്രാജുവലി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ഭാരത്തിൻ്റെ അളവ് കൂട്ടി കൊണ്ടുവരുന്നു. ഒരു വർഷം കൊണ്ട് ഞാൻ നിങ്ങളെ 10-25 കിലോ എടുക്കാനുള്ള ഒരു ശേഷിയിലേക്ക് ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. നോക്കൂ, അത്രയും കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളുടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടാകും, വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടിയിട്ടുണ്ടാവും അല്ലേ, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ 25 കിലോ എടുക്കാനുള്ളൊരു ശേഷിയിലേക്ക് ആയ ശേഷം നിങ്ങൾ എൻ്റെ ജിമ്മിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, 25 എടുക്കണ്ട, ആദ്യം എടുത്ത് ആ 2 കിലോ എടുക്കാൻ പറയാം. അങ്ങനെ നിങ്ങൾ വേഗം പോയിട്ട് ആ 2 കിലോ എടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുക? വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താ? ഓൾറെഡി നിങ്ങൾക്ക് 25 കിലോ വരെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് 2 കിലോ വളരെ നിസ്സാരമായിട്ട് തോന്നും. ഇതേ കാര്യം തന്നെയാണ്. പതിയെ അളവുകൾ എടുത്തെടുത്ത് കൂടിയ അളവുകളിലുള്ള ലഹരിയോ ഒക്കെ നമ്മുടെ ശരീരത്തിന് എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചെറിയ അളവുകളിലുള്ള ലഹരി പദാർത്ഥങ്ങളിലോ ശരീരം തൃപ്തിപ്പെടില്ല. നമുക്കിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, വളരെ കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നോ എന്ന് പറയുക. അതിന് എത്ര വലിയ സുഹൃത്താണെങ്കിലും ശരി, നോ ഈസ് നോ. അവനിനി ഏതൊക്കെ രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞാലും അവരോട് പറയുക, നോ, എനിക്കിത് വേണ്ട എന്ന് പറയും. അതിനപ്പുറത്തേക്ക് നിർബന്ധിക്കുകയാണെങ്കിൽ ആ സൗഹൃദത്തെ വേണ്ടാന്ന് വെക്കുക മാത്രമാണ് ഒരു ഓപ്ഷൻ. ഞാൻ വീണ്ടും പറയുന്നു, ആ സൗഹൃദം കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം സൗഹൃദങ്ങളെ ഒഴിവാക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. 2, സഹായം ചോദിക്കുക. ഇനി ഇങ്ങനൊരു പ്രശ്നം നമുക്ക് സംഭവിച്ചു പോയി, നമുക്കോ നമ്മുടെ പരിചയത്തിലുള്ള സുഹൃത്തിനോ സംഭവിച്ചു പോയി എന്നിരിക്കട്ടെ, ഇനി എന്താ ചെയ്യുക? ഹെൽപ്പ് ചോദിക്കുക. അമ്മയോടാകാം, അച്ഛനോടാകാം, അധ്യാപകനോടാകാം, ആരോട് വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് വിശ്വാസമുള്ള, സഹായിക്കുമെന്ന് തോന്നുന്ന ഒരാളോട് വളരെ തുറന്നു പറയുക, എനിക്കൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ആരും നിങ്ങളെ വഴക്ക് പറയില്ല, ആരും നിങ്ങളെ തല്ലാനും പോകുന്നില്ല, കേസ് എടുക്കാനും പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറയാം, എക്സൈസ് ഓഫീസിൽ പറയാം,
ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് പറയാം. നിങ്ങളെ സഹായിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് തന്നെ. നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൗജന്യ ടോൾ ഫ്രീ നമ്പർ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സഹായം ചോദിക്കാവുന്നതാണ്. ആ നമ്പർ ഇതാണ്: 144005 14405. മറ്റൊരു നമ്പർ കൂടിയുണ്ട് കേട്ടോ. നേർവഴി എന്നൊരു പദ്ധതിയുണ്ട് എക്സൈസ് വകുപ്പിന്. അത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അതായത് ഈ കുട്ടിയുടെ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പലപ്പോഴും പകച്ചു നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും. ഒന്നുമില്ല, ഈ നമ്പറിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് സഹായം ചോദിക്കാം. നമ്പർ ഇതാണ്: 96 56 17 80 00. 96 56 17 80 00. ചിലപ്പോൾ വിചാരിക്കും നമുക്കിത് ഒറ്റയടിക്ക് അങ്ങ് നിർത്താൻ പറ്റുമെന്ന്. എല്ലാവരുടെ കാര്യത്തിലും അത് പറ്റില്ല കേട്ടോ. കാര്യം എന്താണ്? ഈ നിരന്തരം ഈ സാധനം ഉപയോഗിച്ച് ശരീരവും ഈ ലഹരി പദാർത്ഥവും തമ്മിലൊരു വല്ലാത്ത കണക്ഷൻ ഉണ്ടാവും. കൂട്ടുകാരാവും. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ തമ്മിൽ ഈ പിരിയാൻ വയ്യാത്ത ചങ്ങാതികളായി പോവും. പെട്ടെന്നൊരു സുപ്രഭാതം മുതൽ ഇത് ഉപയോഗിക്കാതാകുമ്പോൾ ഒരു കൂട്ടുകാരൻ പിരിയുകയാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടായി തുടങ്ങും. നമ്മളപ്പോൾ എന്താ ചെയ്യുക? ഈ കൂട്ടുകാരനെ മാറ്റിയിട്ട് നല്ലൊരു കൂട്ടുകാരനെ കൊണ്ടുവരണം. അവിടെയാണ് നമുക്ക് മരുന്നുകളുടെ പ്രസക്തി വരുന്നത് കേട്ടോ. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് ഒരു അസുഖമാണ്, ഒരു അസുഖാവസ്ഥയാണ്. അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ചികിത്സിക്കും അല്ലേ? പനി വന്നാൽ നമ്മൾ ചികിത്സിക്കും. അതുപോലെ തന്നെയാണ് അതിന് മുന്നോടിയായി ചെയ്യേണ്ടത് ഒരു നല്ലൊരു കൗൺസിലറുടെ അടുത്തേക്കോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കോ നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കോ പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കണം. ഏത് അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. തുടക്കക്കാരനാണോ, അതോ കുറച്ചു കാലമായോ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഒത്തിരി പ്രശ്നങ്ങളിലുള്ള നിൽക്കുന്ന ആളുകളാണോ എന്ന് നോക്കിയിട്ട് പരിഹാരം നിർദ്ദേശിക്കാം. ചികിത്സ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലും ആകും കേട്ടോ. മരുന്ന് തന്നെ കഴിക്കണമെന്നില്ല. തെറാപ്പികളുണ്ട്, അതിൻ്റെ കൗൺസിലിംഗ് മെത്തേഡുകളുണ്ട്. പിന്നെ നമുക്കത് മരുന്നുകളാണ് ആവശ്യമെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും അതിനെ മാറ്റാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി. നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല കേട്ടോ. നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ഇവയെല്ലാം ഈ സാധനം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ നോ പറയുന്നിടത്ത് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ലഹരി പദാർത്ഥങ്ങളോട് നോ പറയാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് എസ് ആണ്.